Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അപ്പം അദ്ദേഹം മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതിൽ ഒരു ശിഷ്യനാണ് ചിത്സുഖാനന്ദ ദാസ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം മെക്സിക്കോയിലെ ടെമ്പിൾ പ്രസിഡന്റ് ആയിരുന്നു. മെക്സിക്കോയിലെ ആൾക്കാർ കുറച്ച് ഭയങ്കര വെൽക്കമിങ് ആൾക്കാരാണ്. ഈ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് വെൽക്കം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു ആൾക്കാരാണ് മെക്സിക്കോയിൽ. അപ്പം അദ്ദേഹം ടെമ്പിൾ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അവിടെ വലിയൊരു TV ഷോ നടക്കുമായിരുന്നു മിഡ്-നൈറ്റിൽ. അത് ഒരു ജൂയിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ TV ഷോ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഹക്കാബ്ലോ സബ്ലുദോസ്കി എന്നാണ്. പേര് തന്നെ കുറച്ച് പറയാനായിട്ട്. ഹക്കാബ്ലോ സബ്ലുദോസ്കി എന്ന് പറഞ്ഞ അദ്ദേഹം ഈ രാത്രിയൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ അദ്ദേഹം ഭയങ്കര എക്സ്പേർട്ടാണ് സംസാരിക്കാനായിട്ട്. അവരുടെ ഇതൊക്കെ അവരെ ഡിഫീറ്റ് ചെയ്ത് അത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അത് പറയുന്നത് ഒത്തിരി മില്യൺസ് ആൾക്കാരുടെ വ്യൂസ് ഉണ്ട് ആ ഒരു TV ഷോയിൽ. അപ്പം ഇദ്ദേഹം ചിത്സുഖാനന്ദ പ്രഭുവിന് ഒരു വട്ടം അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഷോയ്ക്ക് ഇരിക്കാനായിട്ട് പറ്റി. അപ്പൊ കുറെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഇറങ്ങുമ്പോൾ ചോദിച്ചു, എന്റെ ആധ്യാത്മികാചാര്യൻ വരുമ്പം ഇതിനകത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ വരാലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഈ ഹക്കാബ്ലോയുടെ ഒരു വെച്ചാൽ വരുന്ന എല്ലാവരും അദ്ദേഹത്തിനാണ് കൂടുതൽ അറിവ്, മറ്റുള്ളവർക്ക് അത്രയും ഇല്ല എന്നുള്ളത് അദ്ദേഹം സ്ഥാപിച്ചെടുക്കും അത് ആ TV ഷോ കഴിയുമ്പോൾ. അങ്ങനെ പ്രഭുപാദ് ഒരു വട്ടം മെക്സിക്കോയിൽ വന്നു. അപ്പം മെക്സിക്കോയിൽ ഒരാഴ്ചത്തെ ഇതിനാണ് വന്നത്. അപ്പം ചിത്സുഖാനന്ദ പ്രഭു ഒരുപാട് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തു പ്രഭുപാദിനെ സംസാരിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ പ്രഭുപാദ് എല്ലായിടത്തും പോയി എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് പ്രഭുപാദിനെ കേട്ടും ഈ വന്നപ്പോഴെല്ലാം വെൽക്കമിങ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി 9 മണി 10 മണി ആ സമയമായപ്പോഴത്തേന് ചിത്സുഖാനന്ദ പ്രഭു പ്രഭുപാദിന്റെ അടുത്തെത്തിയിട്ട് എനിക്ക് ഇങ്ങനെ പറയണം എന്നറിയില്ല, പ്രഭുപാദ് അങ്ങ് ദിവസം മുഴുവൻ ഒരുപാട് പ്രോഗ്രാമിന് പോയി, പക്ഷെ അങ്ങ് ആ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, അങ്ങ് റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മിഡ്-നൈറ്റ് ഷോ ഉണ്ട്, അങ്ങേക്ക് അതിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, എത്ര ആൾക്കാരത് കാണാനായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം മില്യൺസ് ഓഫ് ആൾക്കാർ കാണാനായിട്ടുണ്ടാവുന്നു. അപ്പോൾ എത്ര മില്യൺസ് എന്ന് ഇങ്ങനെ പ്രഭുപാദ് ചോദിച്ചു. അപ്പം ചിലപ്പോൾ 20 or 30 മില്യൺ ആൾക്കാർ കാണാനായിട്ടുണ്ടാവും എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ അത്രയും പേര് കാണാനായിട്ടുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ചിത്സുഖാനന്ദ പ്രഭു പറഞ്ഞു, എനിക്ക് വിഷമമാണ് പ്രഭുപാദിനോട് ഇങ്ങനെ ചോദിക്കാനായിട്ട്, അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, സാരമില്ല, നമുക്ക് ഇന്ന് നൈറ്റ് നമ്മൾ പോയിട്ട് നാളെ നമുക്ക് ഉറങ്ങാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പം പിന്നെ പോയി. അപ്പം ഇദ്ദേഹം കൊണ്ട് ഈ വലിയ പോപ്പും അവരൊക്കെ ഈ ഷോയിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ആ വലിയ പോപ്പൊക്കെ വരുമ്പോൾ അതിന്റെ ചുറ്റും ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പൊ ഡിവോട്ടീസ് വെച്ച് പ്രഭുപാദ് എന്തിനാണ് അവരുടെ സീറ്റിൽ ഇരിക്കുന്നത്, അവരൊരു സീറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടുന്ന് അവര് വലിയ വ്യാസാസനവും ചുമന്നുകൊണ്ടാണ് ആ പ്രോഗ്രാമിന് വേണ്ടി പോയത്. അവര് വലിയ നല്ല വെളുത്തൊരു വ്യാസാസനവും കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പം ഹക്കാബ്ലോ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം സംസാരിച്ച്, പക്ഷെ അത് ആദ്യമേ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചോദിച്ചു പ്രഭുപാദിനോട്, നിങ്ങൾക്ക് എന്ത് ഇതാണുള്ളത്, നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തേക്ക് വന്നത്, എന്താണ് മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാൻ എല്ലായിടത്തും സന്തോഷം കൊടുക്കാനാണ് വന്നത്, എല്ലാവർക്കും ശാന്തിയും സന്തോഷവും കിട്ടാനായി അതിനുവേണ്ടിയാണ് ഞാൻ വന്നതെന്ന്. പിന്നെ ഹക്കാബ്ലോ പറഞ്ഞു, അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചു. പ്രഭുപാദ് അതിന്റെ ആൻസർ പറഞ്ഞു, നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷമില്ലാത്തത് ദൈവവുമായിട്ടൊരു ഒത്തൊരുമ നമുക്കില്ലാത്തത് കൊണ്ടാണ്, ആ ഹാർമണി ഇല്ലാത്തത് കൊണ്ടാണ് സന്തോഷമില്ലായ്മ. പക്ഷെ അതിന് ചാൻഡിങ് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവവുമായിട്ട് നമുക്കൊരു ഒത്തൊരുമ വരികയും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രഭുപാദ് ആൻസർ കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ നടന്നു. പക്ഷെ അദ്ദേഹം ഇത് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേന് പ്രഭുപാദ് ഇറങ്ങി. അപ്പം ചിത്സുഖാനന്ദ പ്രഭു വന്നിട്ട് ഇദ്ദേഹത്തിനോട് താങ്ക്സ് പറയാനായിട്ട് വന്നു ഹക്കാബ്ലോ. പക്ഷെ ഹക്കാബ്ലോ
ഈ പ്രഭുപാദിന്റെ ഓറയും അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ഇതെല്ലാം കണ്ടപ്പം ഇതിങ്ങനെ താടിക്ക് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇരിക്കും. അത്രയും അദ്ദേഹം ഡിഫീറ്റഡ് ആയിപ്പോയി. അപ്പം അദ്ദേഹത്തിനോട് താങ്ക്സ് പറഞ്ഞപ്പോഴത്തേന് താങ്ക്സ് ഒന്നും വേണ്ടെന്ന് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവര് പോയി. അപ്പം അത്രയും പ്രഭുപാദിന്റെ ആ ഒരു പ്രസൻസും അദ്ദേഹത്തിന്റെ ആൻസേഴ്സും അദ്ദേഹത്തിന്റെ കൺവിക്ഷനും അദ്ദേഹത്തിനെ പോലും സ്വാധീനിച്ചു എന്നുള്ളത് സുഗാനന്ദ പ്രഭു പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രഭുപാദ് വളരെ ഒന്നോ രണ്ടോ വാക്കുകളിൽ അത്രയും പ്രഭുപാദിന് ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് എന്താണ് ഈ കൃഷ്ണാബോധ തത്വം എന്നുള്ളത് വളരെ ചെറിയ വാക്കുകളിലൂടെ അദ്ദേഹത്തിനെയും എല്ലാവരെയും ബോധിപ്പിച്ചു എന്നുള്ളത് സുഗാനന്ദ പ്രഭു അതിനകത്ത് പറഞ്ഞു.